ഹായ് എല്ലാ സുഹൃത്തുക്കൾക്കും ആർട്ട് ഓഫ് മെൻ്റലിസത്തിൻ്റെ ബേസിക് കോഴ്സിൻ്റെ ഇൻട്രോയിലേക്ക് സ്വാഗതം. ബേസിക് കോഴ്സിൻ്റെ ഇൻട്രോ എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ വിചാരിക്കും എന്താണ് ഇത്ര വലിയ സംഭവമായിട്ട് പറയാനുള്ളതെന്ന്. ഒരു ബിൽഡിംഗ്, ഒരു കെട്ടിടം നമ്മൾ പണിയുമ്പോൾ ഏറ്റവും സ്ട്രോങ് ആയിട്ട് നമ്മൾ പണിയുന്നത് അതിൻ്റെ ഫൗണ്ടേഷൻ ആയിരിക്കും അല്ലേ. തീർച്ചയായിട്ടും അത് പയലൊക്കെ അടിച്ച് വളരെ പെർഫെക്റ്റ് ആയിട്ട് ഒരുപാട് ആഴങ്ങളിലേക്ക്, ഭൂമിയുടെ ആഴങ്ങളിലേക്ക് ഇറക്കിയായിരിക്കും പണിയുന്നത്. കാരണം മുകളിലേക്ക് കെട്ടിപ്പടുക്കുന്ന ആ ഒരു ബിൽഡിങ്ങിൻ്റെ സ്ട്രെങ്ത്ത് മുഴുവനും രൂപീകരിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു സ്ട്രെങ്ത്ത് മുഴുവനും പ്രതിഫലിപ്പിക്കേണ്ടത് ഈ ഒരു ഫൗണ്ടേഷനിൽ നിന്നാണ്. അതുകൊണ്ട് ബേസിക് കോഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ബേസിക് കോഴ്സ് നമ്മളുടെ വെബ്സൈറ്റിൽ നിങ്ങൾ പ്രൈസ് കണ്ടിട്ടുണ്ടാവും, ചീപ്പ് റേറ്റ് ആണ്. ആ ഒരു രീതിയിലാണ് നമ്മൾ ബേസിക് കോഴ്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. നിങ്ങൾക്കറിയാം, നിലവിൽ ആർട്ട് ഓഫ് മെൻ്റലിസം എന്ന നമ്മുടെ ഈ ഒരു വെബ്സൈറ്റിലൂടെ artofmentalism.in എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു വെബ്സൈറ്റിലൂടെ അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ടാണ് നമ്മൾ ഈ കോഴ്സുകളൊക്കെ കൊടുത്തിരുന്നത്. പക്ഷേ ഭാരിച്ച ചിലവുകൾ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. സെർവർ മെയിൻ്റനൻസും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. യൂട്യൂബ് പോലുള്ള മീഡിയകളിലൊക്കെ വളരെ സിമ്പിളായിട്ട് പ്ലാറ്റ്ഫോമുകളിലൊക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ട് അത് നടത്തുന്ന കോഴ്സുകൾ നടത്തുന്ന ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ കേരളത്തിലുണ്ട്. നമ്മൾ നല്ല രീതിയിൽ പൈസ മുടക്കിയിട്ടാണ് ഈ ഒരു കാര്യം ചെയ്തത്. അത് ഫ്രീ ആയിട്ട് കൊടുത്തിരുന്ന സമയത്തും നമ്മൾ നല്ല രീതിയിൽ ഫണ്ട് മുടക്കിയിട്ട് തന്നെയാണ് ഈ ഒരു സർവീസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചിലവുകൾ വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ബേസിക്കും അഡ്വാൻസും എക്സ്ട്രീമും അടക്കം പേയ്മെൻറ്റ് വാങ്ങിക്കൊണ്ട് നമ്മൾ ഈ കോഴ്സുകൾ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് വേർത്തായിരിക്കും. നിങ്ങൾ മുടക്കുന്ന ഓരോ രൂപയ്ക്കും അതിൻ്റേതായ ഒരു വാല്യൂ ഉണ്ടാവും. അത് അഡ്വാൻസ് ഞാൻ പറയുകയാണ്. ഓക്കെ, പിന്നെ ബേസിക് ലെവലിനെ കുറിച്ച് പറയുമ്പോൾ നിലവിൽ ഏറ്റവും താഴെ നിന്ന് നമ്മൾ തുടങ്ങി ഏറ്റവും എക്സ്ട്രീം ലെവൽ വരെയും പോകുന്ന 3 സ്ട്രക്ചർ കോഴ്സുകളാണ് നമുക്കുള്ളത്. ബേസിക്, അഡ്വാൻസ്, എക്സ്ട്രീം. അതിൽ ബേസിക് ലെവലിൻ്റെ ഇൻട്രോ വീഡിയോയിലാണ് ഇപ്പോൾ നിങ്ങളുള്ളത്. ഈ ലെവലിൽ തന്നെ നിങ്ങൾ നമ്മളുടെ ബേസിക് മെൻ്റലിസത്തിൻ്റെ കംപ്ലീറ്റ് പ്രിൻസിപ്പിളുകളും പഠിക്കാൻ പറ്റും. അതായത് പിന്നീട് നിങ്ങൾക്ക് ഒരു എക്സ്ട്രീം ലെവലിലുള്ള ഒരു ഹൈ പെർഫോമൻസ് വീഡിയോ അല്ലെങ്കിൽ ഒരു പെർഫോമൻസ് ഒരാൾ ചെയ്യുന്ന കണ്ടാൽ തന്നെ ഇയാൾ അവിടെ എന്ത് മെത്തേഡാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഈ ഒരു അടിത്തറ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സ്പീരിയൻസും നിങ്ങളുടെ പെർഫോമൻസും വെച്ചുകൊണ്ട് തന്നെ മുകളിലേക്ക് നിങ്ങളുടെ സ്വന്തം ഇൻവെൻഷൻസ് ഈ ഒരു മെൻ്റലിസം എന്ന ആർട്ട് ഫോമിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ മെൻ്റലിസത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് മെൻ്റലിസം ഒരു ആർട്ട് ഫോമാണ്. ദർ ഇസ് നോ മൈൻഡ് റീഡിങ് ടെക്നിക്, ദർ ഇസ് നോ മൈൻഡ് റീഡിങ് മാജിക്, ദർ ഇസ് നോ മൈൻഡ് റീഡിങ് ഡിവൈസസ്. അത് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. അങ്ങനെ എന്തെങ്കിലും ഒരു ഡിവൈസ് ഉണ്ടായിരുന്നെങ്കിൽ നിലവിൽ കള്ളന്മാരെ പിടിക്കാനും കുറ്റകൃത്യങ്ങൾ തെളിയിക്കാനും ഒക്കെ നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അടക്കം അത് ഉപയോഗിക്കുമായിരുന്നു. അപ്പോൾ മെൻ്റലിസം ഇതൊന്നുമല്ല. പ്രേതം സിനിമ കണ്ടിട്ട് അതിൻ്റെ അകത്ത് നമ്മുടെ പ്രിയപ്പെട്ട നടൻ അദ്ദേഹം ആ സിനിമയിൽ പല കാര്യങ്ങളും തെളിയിക്കുന്നതും സംസാരിക്കുന്നതും സംവദിക്കുന്നതും ഒക്കെ ആയിട്ട് കണ്ടിട്ട് നിങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ മെൻ്റലിസം എന്ന് പറയുന്നത് എൻറ്റയർലി ഒരു ആർട്ട് ഫോമാണ്. അവിടെ മൈക്രോ ഒബ്സർവേഷനുകളും ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ തന്നെയും പൊതുവിൽ നമ്മൾ കാണുന്ന മെൻ്റലിസം എല്ലാം ആർട്ട് ഫോമാണ്. അവിടെ എന്തെങ്കിലും ഒരു ഗിമ്മിക്ക്, ഒരു ട്രിക്ക് അതിൻ്റെ പിന്നിലുണ്ടാവും. ആ ഒരു ട്രിക്ക് എന്താണെന്നും അത് എങ്ങനെയാണ് അവരിലേക്ക് എത്തുന്നതെന്നും അത് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ ഏത് മെത്തേഡിലാണ് മറ്റുള്ളവർ നമ്മളിൽ നിന്നും ആ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതെന്നും അങ്ങനെയാണ് അവർ നമ്മുടെ മൈൻഡ് റീഡ് ചെയ്യുന്നതെന്നും ഒക്കെയുള്ള വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് ഈ ഒരു ബേസിക് ലെവലിൽ തന്നെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കൂടാതെ ബേസിക് ലെവലിൻ്റെ അഡ്വാൻസ് ആയിട്ട് പറയാനുള്ള ഒരു സംഭവം, ഈ ഒറ്റ കോഴ്സ് നിങ്ങൾ ചെയ്യുന്നതോടുകൂടി തന്നെ നിങ്ങൾക്ക് ഏകദേശം 10ഓളം ട്രിക്കുകൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് അബ്സല്യൂട്ട്ലി കിട്ടുന്നുണ്ട്. ആ കിട്ടുന്ന ട്രിക്കുകൾ വെച്ച് തന്നെ 1 മണിക്കൂറോളം ഷോ സുഖമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നിലവിലത്തെ അവസ്ഥയിൽ ഒരു ചെറിയൊരു ഷോ ചെയ്യാനാണെങ്കിൽ പോലും 1000 രൂപയും 2000 രൂപയും 5000 രൂപയും ഒക്കെ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. അങ്ങനെ വാങ്ങിയാൽ പോലും നമ്മുടെ ഈ കോഴ്സിൻ്റെ ഫീ ആവുന്നില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും കൂടുതൽ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ വരുന്നുണ്ട് പുറകിലെ വീഡിയോസിലേക്ക്. ഇതെല്ലാം നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ കാര്യങ്ങളും പ്രിൻസിപ്പിളുകളും വളരെ വെൽ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: ശ്രദ്ധയോടെ ഇരിക്കുക, ഒരു ബുക്കും പേനയും കയ്യിൽ കരുതുക. അതിനുശേഷം നിങ്ങൾ പഠിക്കുവാനും ഞാൻ പഠിപ്പിക്കുവാനും ആണ് എന്ന ആ ഒരു വിശ്വാസത്തോടു കൂടി മുന്നോട്ടേക്ക് പോവുക. അപ്പോൾ നമുക്കിങ്ങനെ യാത്ര തുടങ്ങുകയല്ലേ, പോകാം.